വരാൻ തീരുമാനിച്ചു. 2 ദിവസം കൊണ്ട് അങ്ങേക്ക് വരാം. ടിക്കറ്റ് എടുത്തിരുന്നു. അതെ, അല്ല ഇവിടുത്തെ സാഹചര്യം എല്ലാം മാറിയിട്ട് തിരിച്ചു വരാലോ. ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്ക് റെഡിയാവും. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. അതെങ്ങനെ ശരിയാവുന്നത്? നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു ദിവസം 2000 രൂപയോളം ചെലവ്, മക്കളുടെ പഠിപ്പ്, അതുപോലെ വീടിന്റെ ലോണ്, ഇതെല്ലാം ഇല്ലേ? നിങ്ങൾ അവിടെ എങ്ങനെയാലും പിടിച്ചു നിൽക്ക്. നിങ്ങളിപ്പോ അങ്ങ് പോയതല്ലേ ഉള്ളൂ. ഇപ്പൊ പണി ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ പണി ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ നിന്നിട്ട് എങ്ങനെ നിൽക്കാൻ പറ്റുമോ? ശമ്പളം കിട്ടും തന്നെ ഉറപ്പന്നെ ഇല്ല. അപ്പൊ ഏതായാലും അവിടെ വന്നിട്ട് നമുക്ക് തിരിച്ചു വരുന്ന നല്ല സാഹചര്യം നോക്കി തിരിച്ചു വന്നാ പോരെ? അത് ശരിയാവൂല. നിങ്ങൾ എങ്ങനെയാലും അവിടെ പിടിച്ചു നിൽക്ക്. ഹലോ, വരുന്ന ശരിയാവൂല. നിങ്ങളെ പോലെ കുറെ ആളുകളല്ലേ അവിടെ, അവരൊക്കെ പിടിച്ചു നിൽക്കുവല്ലേ അവിടെ. നിങ്ങൾ അവിടെ നിൽക്ക്. അങ്ങോട്ടിക്കടാ. ഞാൻ നാട്ടിൽ വിളിച്ച കാര്യങ്ങളാ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിൽ ഉണ്ടായിരുന്നു. ശകലം പാളിപ്പോയി. അവരിപ്പം വരണ്ടാന്നാ പറയുന്നത്. ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാനാ പറയുന്നത്. ഈ സാഹചര്യത്തില് പിടിച്ചു നിൽക്കാനാ പറയുന്നത്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച മുതലേ പറയാൻ തുടങ്ങി പോണ്ട. കാരണം ഈ സാഹചര്യത്തിൽ നിൽക്കാൻ പറ്റ കയ്യിലാണ്. പക്ഷെ അവരോടെന്താന്ന് പറയുമ്പോ അവര് വിചാരിക്കുന്നത് പോയിട്ട് എന്താ വേണ്ടെന്നുള്ള പ്രശ്നമാണ്. ടെൻഷൻ അടിക്കണ്ട. എന്താക്കും ഇൻഷാല്ലാ ഇവിടെ പിടിച്ച് നിൽക്കുക. ടെൻഷൻ ഒന്നുമില്ല. ഇനി ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് നിൽക്കുക. അത്ര തന്നെ ഉള്ളൂ. എല്ലാം നമ്മളെ നസീർക്കാൻ എന്തായി? എന്താ പറഞ്ഞേ? നസീറിന്റെ 5-ാം തീയതി ടിക്കറ്റ് എടുത്തിട്ടുള്ളേ. നസീറിന്റെ എല്ലാം കറക്റ്റാന്നതാ. അവരെല്ലാം പിന്നെ നാട്ടിലേക്ക് എങ്ങനെ തിരിച്ചു പോവാ. നല്ലൊരു അഭിപ്രായം. എങ്ങനെ നാട്ടിൽ തന്നെ ജീവിക്കുക, അവിടെ കഞ്ഞി കുടിച്ചങ്ങ് നിൽക്കാന്നാ പറയുന്നല്ലോ. അത് നല്ലൊരു ഭാഗ്യമാണ് കേട്ടോ. ആ ഒരു പൊസിഷൻ നല്ല ഒരു തീരുമാനം എടുത്തത്. അവരെ വൈഫ് നല്ലൊരു തീരുമാനം എടുത്തത്. അതേപോലെ തന്നെ നമുക്കൊന്നും അങ്ങനത്തെ ഒന്നും ഭാഗ്യമില്ല. നമ്മൾ മാത്രമല്ലല്ലോ, എല്ലാവരും ഇവിടെ തന്നെ ജീവിച്ചിട്ട് പോകുന്നില്ലേ. എല്ലാവരും റെഡിയാവും ഇൻഷാല്ലാ. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് വരണ്ടെന്ന് ഉറപ്പിച്ചിട്ടല്ലേ പറയുന്നത്. നസീറിന്റെ അടുക്ക് നമുക്ക് ചോദിച്ചോക്കാം എന്താ അവസ്ഥ. നസീറേ, എന്തെല്ലാന്ന് 5-ാം തീയതി? നീ 5-ാം തീയതി പോന്നല്ലേ? നാളെ പോന്നല്ലേ? അത് എനിക്ക് നല്ല ഇതാ കിട്ടിയ സപ്പോർട്ട് അല്ലേ. ഏതായാലും പോകാൻ പറ്റിയല്ല. ഇല്ല, നമ്മളതെല്ലാം കുറച്ച് എന്നോട് വന്നിട്ട് പറഞ്ഞ ഭയങ്കര വിഷമ, കരച്ചിൽ തന്നെ ശരിക്കും പറഞ്ഞാല്. അല്ലേ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാനാ പറയുന്നത്. നാട്ടിലെ പ്രയാസം കൊണ്ട് ഇപ്പൊ ആരുടെ പറയാത്ത നമ്മളത് എല്ലാവരും ഇപ്പൊ അങ്ങനല്ലേ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇപ്പൊ ഞാൻ ചോദിക്കാൻ തോന്നി. ഇപ്പൊ എന്നോട് എന്താ പറഞ്ഞു? അത് അവരെ ഇതിലും വേണ്ടിട്ട് പറയുന്ന. അത് പ്രശ്നമില്ല. എന്തായാലും എന്ത് ചെയ്യാനാ. നിൽക്കാനും ഭാഗ്യം നല്ല കിട്ടലാട്ടാ. സന്തോഷം കിട്ടുന്ന നിങ്ങളെന്തായാലും പോക്ക് കേട്ടാ. എന്റത് ഞാൻ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു സമ്പത്തും എനിക്കില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് വരട്ടെ മോളെ എന്ന് ചോദിച്ചപ്പോ ഏറ്റവും ഭാഗ്യതാണ്. ഓള് പറഞ്ഞെന്താ ഉസ്മാനെ, കഞ്ഞി ആയാലും പ്രശ്നമില്ല, നിങ്ങൾ സങ്കടപ്പെട്ട് പേടിച്ചിട്ടാണ് ജീവിക്കേണ്ടത്. നിങ്ങൾ ഇങ്ങോട്ട് പോരുതാ. എന്റെ പണ്ടം മണയെ വെച്ചാലും സാരമില്ല, നമുക്ക് ഇടത്തേക്ക് ജീവിക്കാൻ പറ്റാതെ സാരമില്ല. സന്തോഷമാണ്. ഇതിന്റെ അപ്പുറം എന്താ വേണ്ടത്? കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ഈ പറഞ്ഞ സന്തോഷം. ഏറ്റവും സന്തോഷം അന്ന് പൈസ കൊടുത്താൽ കിട്ടൂല. നമ്മളെല്ലാ ഭാര്യമാർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. ആമീൻ.